ഹലോ എവ്രി വൺ, ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യുന്നത്. കുക്കിംഗ് മാത്രമല്ല, കുക്കിംഗ് ആൻഡ് റിവ്യൂ. ആക്ച്വലി ഞാനൊരു പഴംപൊരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ എല്ലാവരും വിചാരിക്കും എല്ലാവർക്കും പഴംപൊരി ഉണ്ടാക്കാൻ അറിയാവുന്നതല്ലേ. പക്ഷേ ഞാനിവിടെ കേരളത്തിൽ ടോപ്പ് 4 പഴംപൊരി റെസിപ്പീസ് എടുത്ത് അത് റിവ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് ഓൾറെഡി യൂട്യൂബിലുള്ള 4 പേരുണ്ടാക്കിയ പഴംപൊരിയാണ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ വ്യൂ കൗണ്ട് അനുസരിച്ചാണ്. അപ്പോൾ വ്യൂ കൗണ്ട് അനുസരിച്ച് നമ്മൾ നോക്കുമ്പം ആദ്യത്തെ 4 ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ പഴംപൊരി റെസിപ്പീസാണ് കാണാൻ പറ്റുക. അപ്പോൾ അവർ ചെയ്തേക്കുന്നത് എങ്ങനെയാണോ അതേപോലെ നമുക്കിന്ന് ചെയ്ത് നോക്കിയാലോ. മൈദ, അരിപ്പൊടി, ഏലക്കാപ്പൊടി, പഞ്ചസാര, ദോശ ബാറ്റർ, ആവശ്യത്തിന് വെള്ളം, മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി 6 മണിക്കൂർ വെക്കുക. നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പഴുത്ത ഏത്തക്കയാണ് നന്നായി മാവിൽ മുക്കിയ ശേഷം പൊരിച്ചെടുക്കുക. മൈദ, അരിപ്പൊടി, പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്യുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യണം. മഞ്ഞൾപ്പൊടി ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഏകദേശം 1 തൊട്ട് 2 മണിക്കൂർ വരെ മാറ്റി വെക്കുക. മാവിൽ മുക്കി പൊരിച്ചെടുക്കുക. ഒരു മിക്സിയുടെ ജാറിൽ അരിപ്പൊടി, മൈദ, ആവശ്യത്തിന് ഉപ്പ്, പഞ്ചസാര, കുറച്ച് വെള്ളത്തിൽ കുതിർത്തെടുത്ത പപ്പടം, കുറച്ച് മഞ്ഞൾപ്പൊടി, അതിനുശേഷം ആവശ്യമായ വെള്ളവും ചേർത്ത് നമ്മൾ മിക്സിയിൽ നന്നായി മാവ് അടിച്ചെടുക്കുക. ഈ മാവിൽ മുക്കി പഴം പൊരിച്ചെടുക്കുക. ഗോതമ്പ് പൊടി, അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, സോഡാപ്പൊടി, ഉരുക്കിയ ശർക്കരയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിനുശേഷം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. മാവിൽ മുക്കി പഴം പൊരിച്ചെടുക്കുക. അപ്പം 4 തരത്തിലുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കഴിച്ചു നോക്കിയാലോ. അവർ ചെയ്ത അതേപോലെ തന്നെയാണ് നമ്മളും ചെയ്തിരിക്കുന്നത്. അപ്പം 4 തരത്തിലുള്ള പഴംപൊരി നമ്മൾ കഴിച്ചു കഴിഞ്ഞു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആദ്യത്തേതാണ്. ഫദ്വാസ് കിച്ചൻ്റെ റെസിപ്പിയാണ്. അതിൻ്റെ ക്രസ്റ്റൊക്കെ നല്ല ക്രിസ്പി ആയിരുന്നു. നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു, ഏലക്കയുടെ ഫ്ലേവറും ഒക്കെ. പിന്നെ അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം ദോശമാവ് ആവശ്യമുണ്ട്. അതേപോലെ 6 മണിക്കൂർ ഈ മാവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് ഉണ്ടാക്കാൻ. രണ്ടാമത്തേത് എനിക്ക് ഇഷ്ടപ്പെട്ടത് വീറ്റ് കൊണ്ടുണ്ടാക്കിയതാണ്, ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കിയതാണ്. അത് നല്ലൊരു വെറൈറ്റി ആയിരുന്നു. പക്ഷെ നമ്മൾ ചൂടോടെ തന്നെ കഴിക്കണം. ഒത്തിരി തണുത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകാൻ ചാൻസ് ഉണ്ട്. ഇതിൽ ശർക്കര ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് അതിൻ്റെതായ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നു.
എനിക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നു, പെട്ടെന്ന് ഒരു വെറൈറ്റി ആയിട്ട് ഒരു പഴംപൊരി ഉണ്ടാക്കണമെന്ന് തോന്നിക്കഴിഞ്ഞ് ഞാൻ എന്താണെങ്കിലും ഇതായിരിക്കും ട്രൈ ചെയ്യുക. മൂന്നാമത്തേത് എനിക്ക് ഇഷ്ടപ്പെട്ടത് പപ്പടം കൊണ്ടുള്ളതായിരുന്നു. ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതിനും നല്ല ക്രിസ്പി ആയിരുന്നു. പക്ഷേ പപ്പടത്തിൻ്റെ ഒരു മണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. അത് മാസ്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏലക്കാപ്പൊടി ഇടാം. ഞാൻ എങ്ങനെ ഉണ്ടാകും ഏലക്കാപ്പൊടി ഇല്ലാണ്ട് എന്ന് നോക്കാൻ വേണ്ടിയാണ് അത് ചേർക്കാതിരുന്നത്. ഏലക്കാപ്പൊടി ഇട്ടാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നാലാമത്തേത് ബാംഗ്ലൂർ തട്ടുകടയുടെ റെസിപ്പിയാണ്. ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് റബ്ബറി ഫീലാണ് തോന്നിയത്. പക്ഷേ ഇതിൽ മൈദ അരിപ്പൊടി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, എക്സ്ട്രാ ആയിട്ട് സോഡാപ്പൊടിയൊന്നും യൂസ് ചെയ്തിട്ടില്ല. Thank you for watching. Have a good day.